ഹായ് ഓൾ, ഇന്ന് ക്ലാസ് 10 CBSE നമുക്ക് ചാപ്റ്റർ 5ൻ്റെ പ്രോഗ്രഷൻ ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ANനും SNൻ്റെയും ഇക്വേഷൻ ആണ്. അതിൻ്റെ അകത്ത് AN കണ്ടുപിടിക്കാനുള്ള ഫോർമുല AN ഈസ് ഈക്വൽ ടു A + n - 1 × D. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1 മുതലൊന്ന് നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, ഇതെല്ലാം ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ ദെൻ ആ ഇക്വേഷൻ ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് AP-യിലായിരിക്കും വരുന്നത്. ഇവിടെ ഇഫ് ദേ ഫോം ആൻ AP, സെക്കൻഡ് എക്സാമ്പിളിൽ AP ആണോ എന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് 2 ടേംസ് എഴുതണം. എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടുവാണെങ്കിൽ ആ ടേംസ് എല്ലാം AP-യിലായിരിക്കും. ഇനി എക്സസൈസ് നോക്കുക. എപ്പോഴും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആഡ് ചെയ്തു പോവുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു പോവുക അങ്ങനെ വന്നാൽ മാത്രമാണ് അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല വന്നത്. ഇപ്പം ഇവിടെ കണ്ടോ, ₹8 ഫോർ ഈച്ച് അഡീഷണൽ കിലോമീറ്റർ. 8 അഡീഷണൽ, ഓരോ അഡീഷണൽ കിലോമീറ്ററിനും ₹8 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇനി അടുത്ത കേസിൽ 1/4 റിമൂവ് ചെയ്യണം. അത് മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നത്. അത് കാരണം ഇത് AP അല്ല വന്നത്. ഇത് കണ്ടോ, ₹50 ഫോർ ഈച്ച് സബ്സിക്വൻറ്റ് മീറ്ററിൽ അത് കൂടിയാണ് വരുന്നത്. അത് തന്നെ ഇത് AP ആണ്. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരിക്കലും AP-യിലല്ല വന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് AP-യിലാണ് വന്നത്. പിന്നെ ഇത് സെയിം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കണ്ടിന്യൂഷൻ ആണ്. ഫസ്റ്റ് പോർഷൻ എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2 അതുപോലെ തന്നെ നോക്കുക. പിന്നെ സ്ക്വയർ ഓഫ് ദ കോമൺ ഡിഫറൻസ് സെയിം ആവണമെങ്കിൽ ബാക്കിയത്തെ എല്ലാ ടേമുകളുടെയും ഡിഫറൻസ് സെയിം ആയാൽ മാത്രമാണ് അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. കാരണം എളുപ്പമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഇനി 10th ടേം ഓഫ് ആൻ AP എന്ന് പറയുമ്പോൾ A10 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് AN കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. AN ഈസ് ഈക്വൽ ടു A + n - 1 × D. അപ്പോൾ n വന്നോടത്തൊക്കെ 10 കൊടുക്കുക. പിന്നെ A എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം നോക്കുക. ഇനി -81 ഇതിൻ്റെ അകത്ത് ഒരു ടേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n ആണ് -81. കൺഫ്യൂഷൻ വരരുത്. A10ഉം 10th ടേമും AN ഈസ് ഈക്വൽ ടു -81 അല്ലെങ്കിൽ -18 ഇതൊക്കെ പറയുന്നത് വ്യത്യാസമുണ്ട്. A10th ടേം എന്ന് പറയുമ്പോൾ A10 ആണ് വന്നത്. AN എന്ന് പറയുമ്പോൾ AN തന്നിട്ടുണ്ട് എങ്കിൽ അത് -81 എന്ന് പറയുമ്പോൾ n ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഏതെങ്കിലും ടേം 0 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ 0യുടെ വാല്യൂ AN ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പം ഫ്രാക്ഷനിലാണ് കിട്ടുന്നതെങ്കിൽ ഫ്രാക്ഷനിൽ വന്നത് ഒരിക്കലും AP ആയിരിക്കില്ല. വോൾ നമ്പർ ആയിട്ട് വന്നാൽ മാത്രമാണ് അത് AP ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ തേർഡ് ടേം ഓഫ് ആൻ AP എന്ന് പറയുന്നത് 5. 7th ടേം ഈസ് 9 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? A3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, A7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് വന്നത്. പിന്നെ 6th ക്വസ്റ്റ്യനിൽ ഉണ്ടോയെന്ന് അറിയാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കുക. Aയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് ആ ടൈമിലില്ല. പിന്നെ ഉള്ളത് ഹൗ മെനി 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പർ നമുക്കറിയാം 10 മുതൽ 99 വരെയാണ് വന്നത്. പക്ഷേ 3 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12ൽ നിന്നാണ്. 12 മുതൽ 99 വരെയാണ് വന്നത്. അതിൻ്റെ അകത്താണ് നമ്മൾ നോക്കേണ്ടത്. 12ൻ്റെയും 99ൻ്റെ ഇടയ്ക്കാണ് അത് നോക്കേണ്ടത്. പിന്നെ നോക്കാനുള്ളത് ഇത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. 11th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ മാറ്റിയത് -62 ഇങ്ങനെ പോയി 4, 7, 10. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ലാസ്റ്റ് ടേം ഇവിടെ ഒക്കെ വെച്ചാൽ അതിലും മതി. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ D എന്ന് പറയുമ്പോൾ ഇവിടെ -3 ആയിട്ടായിരിക്കും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഏതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ A നമ്മൾ തല തിരിച്ചെടുത്താലും മതി. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് -62 ആയിട്ട് കിട്ടും. ഇവിടെ 3 ആഡ് ചെയ്ത് വെച്ച് പോയാൽ മതി. അപ്പോൾ D എന്ന് പറയുന്നത് 3 ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് AN എന്ന് പറയുന്നത് 10 ആയിട്ട് എടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. അല്ല നമ്മൾ ഒറിജിനൽ ഫോമിൽ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് N 25 ആണ് കിട്ടുന്നതെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ടൈം 25 ആണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 11th ടൈം ഫ്രം ദ ലാസ്റ്റിൽ നിന്ന് 11th ടൈം എത്രയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25ൽ നിന്ന് 11 സബ്ട്രാക്ട് ചെയ്യും. 11 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും. പക്ഷെ 14 കിട്ടിയിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് 15th ടൈം കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ നമ്പേഴ്സ് എഴുതുവാന്നിരിക്കട്ടെ, 25, 24, 23, 22. ഫ്രം ദ ലാസ്റ്റിൽ നിന്ന് 4th ടൈം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ എഴുതണേ? 22 ആണ് എഴുതണേ. 22 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓർക്കും 25ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂലേന്ന്. അപ്പോൾ നമുക്ക് 21 കിട്ടണം. പക്ഷെ 21 അല്ല നമ്മൾ എടുക്കണം, 22 ആണ് എടുക്കുന്നത്. പിന്നെ ഈ ഫ്ലവർ ബെഡ്, ഇത് നേരത്തെ ഫസ്റ്റ് ഈ സിലബസിലൊക്കെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കേസ് സ്റ്റഡി ആയിട്ട് ചോദിച്ചിരുന്നതാണ്. ഇതെല്ലാം കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നോക്കി നോക്കി പോവുക. പിന്നെ സം ഓഫ് ദ ഫസ്റ്റ് n ടൈംസ്, SN കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അല്ല, ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം തന്നിട്ടില്ല, ഫസ്റ്റ് ടൈം മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ SN കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അതിൽ d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ്, 2a എന്ന് പറയുന്നത് a എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം. ചിലതിൽ നമുക്ക് SN കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ an കണ്ടുപിടിച്ചാലാണ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഫോർമുലയും കൂടി യൂസ് ചെയ്യാം. Then if you want to find out the nth term of an IP, SN ആണ് തന്നിരിക്കുന്നതെങ്കിൽ that formula will be SN minus SN-1 എന്നുള്ള ഇതായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് 8, 3a minus 2. അപ്പം നേരിട്ട് കൊടുത്തേച്ചാൽ മതി. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് SNൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടണമെങ്കിൽ നമ്മളിവിടെ ക്വാഡ്രാറ്റിക് ഫോർമുലയും കൂടി കൊടുക്കണം. കിട്ടുന്ന ആൻസർ അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ച് ചെക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, സം ഓഫ് ദ ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദ ലിസ്റ്റ് ഓഫ് നമ്പർ ഹൂസ് nth ടേം an തന്നിട്ടുണ്ട്. അപ്പോൾ a1 കിട്ടും, a2 കിട്ടും, a3 കിട്ടും. അപ്പോൾ നമുക്ക് an കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് 10 ടേംസിൻ്റെ 24 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം S24 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലം 200 logs are stacked in the following manner. ഈ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അത് പഠിക്കുക നന്നായിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്രയും പോർഷൻസ് എക്സാമിന് മുമ്പേ ഒന്നുകൂടെ ടെസ്റ്റിലെ എക്സസൈസ് പ്രോബ്ലംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളിനും കൊടുത്തു വേണം ചെയ്ത് നോക്കാനായിട്ട്. എപ്പോഴും അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.